PSCക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവ് വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് അതിൻ്റെ കുറേ ഗുണഗണങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, അതേപോലെ തന്നെ കുറേ ആശങ്കകൾ നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് അതിലേക്കെല്ലാം ഒന്ന് വിശദമായിട്ട് പോയി നോക്കാം. ഒന്നാമത്തെ കാര്യം, പ്രായപരിധി കഴിഞ്ഞു പോയിട്ടുള്ള ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നിയമനം കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ തുടർന്നുള്ള പഠനം അങ്ങനെ കൈവിട്ടു പോവുകയും പിന്നീട് ലിസ്റ്റിൻ്റെ കാലാവധി തീർന്നതോടുകൂടി നിയമനമിട്ട് കിട്ടിയുമില്ല, പ്രായപരിധി കഴിഞ്ഞും പോയി. അങ്ങനെയുള്ള കുറേ പേർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് തെറ്റുതിരുത്തി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് ഇത് നേടിയെടുക്കാനുള്ള ഒരു സുവർണാവസരം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഫോഴ്സ് പരീക്ഷകൾ ഒഴികെ റാങ്ക് ലിസ്റ്റിൻ്റെ ഒക്കെ കാലാവധി 3 വർഷമായതിനാൽ ഈ ഒരു 3 വർഷത്തെ ഇടവേളയിലാണ് പ്രധാന പരീക്ഷകളായിട്ടുള്ള LDC, LGS, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, LSC സെക്രട്ടറി ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷനുകളൊക്കെ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഒരാളുടെ PSC പഠനം അതിൻ്റെ ഏറ്റവും അപ്പെക്സ് ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ അയാൾ ആഗ്രഹിച്ച നോട്ടിഫിക്കേഷൻ ലഭിച്ചുകൊള്ളണമെന്നില്ല. അതായത് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് 3 വർഷം കഴിഞ്ഞിട്ടല്ലേ അതിൻ്റെ വരെ അടുത്തത്. അപ്പം ഈ ഒരു കാലയളവിലായിരിക്കും ഇയാളുടെ ഏറ്റവും നല്ല പഠനത്തിൻ്റെ ഏറ്റവും പീക്ക് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ അയാൾ ആഗ്രഹിച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു പോസ്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനൊരു ദീർഘകാല പരിധി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരുവിധം എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള അവസരം കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു ഗുണം. പിന്നെ മറ്റൊരു കാര്യം, അക്കാദമിക് പഠനവും കഴിഞ്ഞിട്ട് സ്വദേശത്തോ വിദേശത്തോ ഒക്കെ ആയിട്ട് അഭൂതപൂർവമായിട്ട് മുന്നേറ്റമുള്ള വലിയൊരു കരിയർ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നവരുണ്ടല്ലോ, കുറച്ച് കാലം അങ്ങനെ അങ്ങ് പോകുമല്ലോ. അപ്പോൾ അതിനുശേഷം അവർക്കൊരു പ്ലാൻ ബി ആയിട്ട് ഇവിടെ ഒരു ജോലി കിട്ടുമെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാലയളവ് അവർക്ക് കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. അതായത് പ്ലാൻ ബി ആയിട്ട് സർക്കാർ ജോലിയെ കാണാൻ പറ്റുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊരു ഗുണകരമാണ് ഈ ഒരു പ്രായപരിധി കൂട്ടി എന്നുള്ളത്. അതേപോലെ തന്നെ ചെറുപ്പത്തിലെ വിദേശത്ത് ജോലിക്ക് പോയിട്ട് അവിടുത്തെ ജീവിതം മടുത്തവർക്ക് തിരിച്ചു വരാനും, അതേപോലെ തന്നെ അവിടെ ജോലി ചെയ്ത് സെറ്റിലൊക്കെ ആയതിനു ശേഷം ഇനി കുടുംബത്തോടൊപ്പം നാട്ടിലൊരു ചെറിയ ജോലി മതി എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഗുണകരമാണ്. ഇങ്ങ് വന്നിട്ട് 40 വയസ്സ് വരെ, അല്ലേ, അത് OBC ആണെങ്കിൽ 43 വയസ്സ് വരെ, ഇനി SC ആണെങ്കിൽ 45 വയസ്സ് വരെ സമയമുണ്ട്. അപ്പം നല്ലൊരു ടൈം അങ്ങനെയുള്ള ജോലികൾക്ക് ചെയ്തിട്ട് വലിയൊരു സമ്പാദ്യമൊക്കെ ആക്കിയതിനു ശേഷം നാട്ടിൽ വന്ന് ചെറിയൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് ഗുണകരമാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സാധാ ഉദ്യോഗാർത്ഥി എങ്ങനെയെങ്കിലും ഒരു ജോലി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഇതൊക്കെ കണ്ട് പേടിക്കും. പക്ഷെ പേടിക്കേണ്ട, നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ മറ്റൊരു കാര്യം, ഒരു 20-22 വയസ്സുള്ള ഒരാൾ ജോലി നേടുന്നതിലൂടെ ഇപ്പോൾ ഈ നിലവിലുള്ള ടൈമിൽ അയാൾ സുരക്ഷിതമാക്കുന്നത് ചിലപ്പോൾ അയാളും അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു ചെറിയ കുടുംബമായിരിക്കാം. അതേസമയം ഒരു 36-40 വയസ്സുള്ള ഈ പ്രായപരിധി കൂട്ടിയതിന് ശേഷം ഒരു പ്രായമുള്ള ഒരാൾ 43-45 ഒക്കെ ഉള്ള ഒരാൾ ജോലി നേടുന്നതിലൂടെ രക്ഷപ്പെടുന്നത് ചിലപ്പോൾ വലിയൊരു കുടുംബമായിരിക്കും, അല്ലെ, അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരിമാർ, അങ്ങനെയുള്ള ഒരു വലിയ കുടുംബം രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടുമെന്നുള്ളതാണ് ഈ പ്രായപരിധി കൂട്ടിക്കൊണ്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, അത് സർവീസിനെ സംബന്ധിച്ചുള്ളതാണ്. അതായത് പ്രായക്കൂടുതലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ജീവിതാനുഭവങ്ങളും പക്വതയൊക്കെ താരതമ്യേന കൂടുതലായിരിക്കും. ഇത് സർക്കാർ സർവീസിന്റെ പ്രവർത്തനക്ഷമതയ്ക്ക് ഉറപ്പായിട്ടും ചില കാര്യങ്ങളിലെങ്കിലും ഗുണകരമായി തീരും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സർക്കാർ ഓഫീസിലേക്ക് ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പോടെ ഒരു 20-22 വയസ്സുള്ള ഒരാളും അതേപോലെ അനുഭവ സമ്പത്തും പരിചയമുള്ള ഒരു 40-കാരനും വരുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് യുവത്വത്തിൻ്റെ ചോരത്തിളപ്പും അനുഭവ സമ്പത്തും, അതായത് പ്രായത്തിൻ്റെ അനുഭവ സമ്പത്തും രണ്ടും കൂടി ഒരു സന്തുലനാവസ്ഥ ഒരു ഓഫീസിൽ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ഗുണമേന്മകളുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറേ ആശങ്കകളുണ്ട്, അല്ലെ. ഒന്നാമത്തെ ആശങ്ക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നം ഇതാണ്, ഇനി മത്സരം കൂടുമെന്നുള്ളതാണ്, അല്ലേ. എല്ലാവരുടെയും ചിന്ത ഇതാണ്. എന്താണ്? ഇപ്പോൾ ഈ ഒരു പ്രായപരിധി 4 വർഷം കൂട്ടുമ്പോൾ ഒരു 10-16 ലക്ഷത്തോളം ആളുകൾ പുതിയതായിട്ട് തന്നെ ഈ മത്സര രംഗത്തേക്ക് വരും. അതുകൊണ്ട് മത്സരം ഗംഭീരമായിട്ടാണ് കൂടുന്നുള്ള. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 36 ശേഷമുള്ള 40-ലേക്കുള്ള ആ 4 വർഷത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് 36 വരെ അവരുടെ വർഷം നഷ്ടപ്പെടുത്തിയവരാണ്. അതിൽ 99% മടിപിടിച്ച് കഴിവ് ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയവരായിരിക്കും. 1% ഉണ്ടാവും എന്ത് നല്ല ശ്രമം നടത്തിയിട്ടും എന്തെങ്കിലും ചെറിയ നിർഭാഗ്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോയവർ. അതായത് ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടാന്ന് പറയില്ല, അങ്ങനെ നഷ്ടപ്പെട്ട ചെറിയൊരു ശതമാനം ഉണ്ടാവും. ആ ശതമാനം ആളുകൾ മാത്രമേ നിങ്ങളുടെ കൂടെ മത്സരിക്കാനുണ്ടാവുകയുള്ളൂ. അല്ലാതെ ഈ ഒരു 4 വയസ്സ് കൂട്ടിയത് കൊണ്ടുള്ള വരുന്ന 16 ലക്ഷവും ഈ മത്സര രംഗത്തുണ്ടാവുന്ന ആളുകളല്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാലോ, മത്സര രംഗത്തുണ്ടാവുക എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരിൽ ഒരു 90% വെറുതെ അപ്ലൈ ചെയ്തിരുന്നതാണ്. യഥാർത്ഥ മത്സര രംഗത്തുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നൊരു 10% മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ അവർ എങ്ങനെയാണോ ഇത്രയും കാലം വർഷം പായാക്കി അങ്ങനെ തന്നെ അങ്ങ് പോകാനാണ് സാധ്യത. അതിൽ നിങ്ങളെപ്പോലെയുള്ള, ഇത് കേൾക്കുന്ന കുറച്ച് പ്രായം കൂടിയവരുണ്ടാവുമല്ലോ, നിങ്ങളെപ്പോലുള്ള ആളുകൾ മാത്രമാണ് മത്സര രംഗത്തേക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പം പ്രായപരിധി കഴിഞ്ഞു പോയവർ തിരിച്ചു വരുമ്പോഴുള്ള മത്സരം അത് ഇത്രത്തോളം ഉള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. അതിലുപരി നിങ്ങൾ ചിന്തിക്കാത്ത വേറെ ഒരു വിഭാഗം മത്സരം കൂട്ടാൻ വരും. അതായത് മറ്റു പല പ്രൊഫഷനുകളിലും
അവിടെ ജോലി ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ VRS എടുത്ത് വരുന്ന ചെറുപ്പത്തിലേ ജോലി നേടി പോയവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അതായത് ഈ പ്രൈവറ്റ് മേഖലയിലൊക്കെ ഒരു നിശ്ചിത പ്രായം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ VRS എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിടെ അവരുടെ ഏറ്റവും പ്രധാന ആ ഒരു കാലഘട്ടം ചെലവഴിച്ചു, അതിനുശേഷവും അവർക്ക് ഇവിടെ മത്സരിക്കാനുള്ള സമയം അവശേഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടെ നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ വരും. അത് ചിലപ്പോൾ ചെറിയ തോതിൽ മത്സരം കൂട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവാം. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു ആശങ്ക ഇതാണ്, യുവാക്കളുടെ സാധ്യത കുറയും, പ്രാതിനിധ്യം സർക്കാർ സർവീസ് അവരുടെ പ്രാതിനിധ്യം കുറയും എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം PSC വഴി ഒരു ജോലി നേടാനുള്ള മത്സരം എല്ലാവർക്കും ഒരേപോലെയാണ്. പഠിച്ചിറങ്ങിയ പാടെ പഠിച്ച കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാമാണ് നടക്കുന്നത് എന്നുള്ളതും, അതേപോലെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും എല്ലാം പീക്കിൽ നിൽക്കുകയാണെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നും ചെറുപ്പക്കാർക്ക് ഉണ്ടാവും. അതേപോലെ കുറച്ച് വർഷങ്ങളായിട്ടുള്ള നിതാന്ത പരിശ്രമത്തിൻ്റെ ഒരു അനുഭവ സമ്പത്ത് ആർക്കും ഉണ്ടാവും, പ്രായം കൂടുതലുള്ളവർക്കും ഉണ്ടാവും. അപ്പോൾ അത് തമ്മിൽ എന്തായി, ബാലൻസ്ഡ് ആയി. ഓക്കെ. പിന്നെയുള്ള വിഷയം എന്താണ്, കുറഞ്ഞ സേവന കാലയളവ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 45 വയസ്സിൽ പ്രായപരിധി ഉണ്ടല്ലോ, 45 വയസ്സിൽ ജോലി കിട്ടുന്ന ഒരാൾ, അയാൾക്ക് 15 വർഷമേ സർവീസ് ഉണ്ടാവുള്ളൂ. ഒരു 40 വയസ്സ് കയറുന്നവൻ 20 വർഷമേ സർവീസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രൊമോഷൻ സാധ്യതകളും പെൻഷനും ഒക്കെ എന്ത് ചെയ്യും, കുറവായിരിക്കും എന്നുള്ളൊരു വിഷയമാണ്. അത് പിന്നെ സ്വാഭാവികമായിട്ട് 45 കയറുന്നവൻ അത് ആ 45-ലെങ്കിലും ജോലി കിട്ടണമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് കയറുന്നതാണല്ലോ. അപ്പോൾ പിന്നെ പെൻഷനും മറ്റു സാധ്യതകളും കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഓക്കെ. അപ്പോൾ അത് വിട്ടേക്കാം. മറ്റൊരു ആശങ്ക ഇതാണ്, ഈ ടെക്നോളജി യുഗത്തിൽ സർക്കാർ സർവീസിന്റെ യുവത്വം കുറഞ്ഞു പോകുക എന്നുള്ളതാണ്. അതായത് പ്രായം പരിധി കൂട്ടുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ സർവീസിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് നേരെ തിരിച്ച് ചിന്തിക്കാം. അതായത് രണ്ടും കൂടെ നിൽക്കുമ്പോഴാണ്, ഒരു സന്തുലനാവസ്ഥ ഉണ്ടാകുമ്പോഴാണല്ലോ ഇതെല്ലാം മെച്ചപ്പെടുന്നത് അല്ലെ. ചെറുപ്പവും അതേപോലെ തന്നെ പരിചയസമ്പത്തും അത് രണ്ടും കൂടെ ആകുമ്പോൾ സർക്കാർ സർവീസ് മെച്ചപ്പെടും എന്നുള്ള രീതിയിൽ ചിന്തിക്കാനാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാവരുടേതും പെൻഷൻ പ്രായം കൂട്ടുമോ എന്നുള്ളതാണ് അല്ലെ. 2013 ഏപ്രിൽ 1 ശേഷം ജോലി പ്രവേശിക്കുന്നവരുടെ ഒക്കെ പെൻഷൻ പ്രായം എത്രയാണ്, 60 വയസ്സാണ്. അതായത് ഇപ്പൊ എഴുതി കയറുന്നവരുടെ പെൻഷൻ പ്രായം 60 ആണ്. അതിന് വ്യത്യാസമില്ല. പിന്നെ അതിന് മുൻപുള്ളവരുടെ കാര്യത്തിലാണ് 56. അതും ഇതും തമ്മിൽ ബന്ധമില്ല. കാരണം അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് പ്രായപരിധി അല്ലല്ലോ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും ഇതും തമ്മിൽ എന്തില്ല, ബന്ധമില്ല. നിങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് മത്സരിക്കാനുള്ള പ്രായപരിധിയാണ് കൂട്ടിയത്. നിങ്ങൾക്ക് വിരമിക്കാനുള്ള പ്രായപരിധി ഓൾറെഡി കൂട്ടി അത് എത്രയാക്കിയിട്ടുണ്ട്, 60 ആക്കിയിട്ടുണ്ട്. അല്ലാതെ ഇതിന്റെ ബലത്തിൽ അല്ലാത്തവരുടെ വിരമിക്കൽ പ്രായം കൂട്ടുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ല. അങ്ങനെ ചെയ്താൽ നിയമനം മൊത്തം സ്തംഭിക്കും, നമ്മളെല്ലാവരും ഒരുമിച്ചിറങ്ങും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. പിന്നെ എല്ലാത്തിലും നെഗറ്റീവ് മാത്രം കാണാനും പെൻഷൻ പ്രായം കൂട്ടാനുള്ള പുറപ്പാടാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കുത്തിയിളക്കാനും രാഷ്ട്രീയ മുതലെടുപ്പിനൊക്കെ ആയിട്ട് പലരും വരും. നമ്മൾ ആരുടെയും ചട്ടുകാകാതെ പരമാവധി സാധ്യതകൾ മുതലെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യമാണ് സാധിച്ചു കിട്ടിയത്. അതൊരു പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് അത് ഇലക്ഷൻ കാലത്ത് കിട്ടിയ ബോണസാണ്. ഇനി അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും നല്ല തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യാനും ആ അവസരത്തെ വിനിയോഗിക്കാനുമാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി നേടിയെടുക്കാനുള്ളതാണ് ലക്ഷ്യം. ആ ഒരു ലെവലിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം കൊണ്ട് പറ്റട്ടെ. അത് മികച്ച റാങ്കോടുകൂടി ജോലി നേടാൻ നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വേറെ ഒരു നെഗറ്റീവും ചിന്തിക്കേണ്ട. ഈ ഒരു അവസരം പോസിറ്റീവായിട്ട് കാണുക, വിനിയോഗിക്കുക. എല്ലാവരും വിജയത്തിലേക്ക് എത്തുക. ഓൾ ദി ബെസ്റ്റ്.